ആദ്യമായി ഞാൻ പരിശുദ്ധ മാതാവിനോടും ഈശോയോടും നന്ദി പറയുന്നു. എൻ്റെ പേര് അജീഷ് മാത്യു. എൻ്റെ വീട് കോട്ടയം ജില്ലയിൽ നീണ്ടൂരിൽ നിന്നാണ്. അവിടെ ഞാനിവിടെ വരാനുള്ള അനുഭവമാണ് ആദ്യം എനിക്ക് പറയണത്. എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു കാര്യമില്ലായിരുന്നു. കാരണം പള്ളിയിലൊക്കെ പോകുമ്പോൾ ഞാൻ മുഴുവൻ കുർബാനയൊന്നും കൂടിയല്ല. കുർബാന സ്വീകരിക്കുന്ന സമയത്ത് ഞാൻ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോവുക. വീട്ടിൽ പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ ഞാൻ ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് ഒഴിവായി വീട്ടിൽ നിന്ന് ജംഗ്ഷനിലോട്ടൊക്കെ ഇറങ്ങി പോവുകയൊക്കെ ചെയ്യും. അങ്ങനെ കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും എൻ്റെ കുടുംബത്തിൽ നിന്നും ഒരാൾ ഇവിടെ വന്ന് ഈ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുവാൻ സാധിച്ചു. ഇവിടുത്തെ മാതാവിൻ്റെ കൃപാസന പത്രം എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയുടെ കൊണ്ട് ഏൽപ്പിക്കുകയൊക്കെ ചെയ്തപ്പോഴത്തേക്കും അമ്മ ഇത് വായിക്കുമ്പോഴത്തേക്കും ഞാൻ പറയും, അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെയൊക്കെ ഞാൻ ചോദിക്കുമായിരുന്നു ഇങ്ങനെ. അപ്പോൾ അമ്മ എന്നെ വഴക്ക് പറയുകയൊക്കെ ചെയ്യും. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഒരു ദിവസം ചുമ്മാ വീട്ടിലിരുന്നപ്പോഴത്തേക്കും ഈ മാസിക എടുത്ത് ഞാനിങ്ങനെ നോക്കി. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ ഒന്നും ഒരു വിഷമമൊന്നുമല്ല, മറ്റുള്ളവരുടെ ഒരുപാട് വിഷമങ്ങൾ കണ്ടപ്പം എനിക്ക് മനസ്സിലായി ഇത് മാതാവ് എന്നെക്കൊണ്ട് എടുത്ത് തോന്നിപ്പിച്ചതാണ്, ഈ പത്രം എടുത്ത് വായിക്കാൻ തോന്നിപ്പിച്ചതാണെന്ന് എനിക്ക് തോന്നി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അന്ന് തന്നെ എൻ്റെ മനസ്സിൽ തോന്നി എത്രയും പെട്ടെന്ന് ഇവിടെ കൃപാസനത്തിൽ ഇവിടെ വന്ന് പ്രാർത്ഥിക്കണം എന്നുള്ളത്. അതുവരെ എനിക്കിങ്ങനെ ഇവിടെ വരണം എന്നുള്ളൊരു ചിന്ത പോലും എനിക്കില്ലായിരുന്നു. അത് കഴിഞ്ഞ ശേഷം ഞാനിവിടെ വന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോൾ എനിക്കൊന്നും അറിയത്തില്ല, എവിടെയാണ് പോയി ഉടമ്പടി എടുക്കേണ്ടത് എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിവിടെ വന്ന് ഇവിടുത്തെ സെക്യൂരിറ്റിയോടും ഇവിടുത്തെ സിസ്റ്റർമാരോടൊക്കെ ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഇന്നടുത്താണ് കുമ്പസാരിച്ച് അല്ലേ ഉള്ളൂ ഉടമ്പടി എടുക്കാൻ സാധിക്കുള്ളൂ എന്ന് പറയും. ഞാനിവിടെ വന്ന് കുമ്പസരിച്ചു, ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ എൻ്റെ നിയോഗങ്ങളൊക്കെ എഴുതിയത് 2023 സെപ്റ്റംബർ മാസം 26-ാം തീയതിയാണ് ഞാനിവിടെ വരുന്നത്. അപ്പം ഞാൻ എൻ്റെ നിയോഗങ്ങളൊക്കെ എഴുതുകയൊക്കെ ചെയ്തു. അതിലെൻ്റെ 3 നിയോഗം എനിക്ക് മാതാവ് സാധിച്ചു തന്നു. ഒന്ന്, ഞാൻ മാതാവിനോട് ആദ്യത്തെ നിയോഗം വെച്ചിരിക്കുന്നത്, മാതാവ് എനിക്ക് ഈ ഉടമ്പടി പാലിക്കാനുള്ള ഒരു മനസ്സ് തന്നാൽ മതി, വേറെ ഒന്നും എനിക്ക് വേണ്ട എന്നാണ് ഞാൻ എഴുതിയത്. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ രണ്ടാമത് എനിക്ക് വെച്ചത്, എനിക്കൊരു നല്ല ഭവനം ഇല്ലായിരുന്നു. അതെനിക്കൊരു മനസ്സിനകത്ത് ഭയങ്കര വിഷമമാണ്. ഒരു ഭവനമില്ല, ആരെങ്കിലും വീട്ടിലൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും വല്ലാത്തൊരു ബുദ്ധിമുട്ടാണിരുന്നു എനിക്ക്. അത് കഴിഞ്ഞ് മൂന്നാമത്തെ എനിക്ക് ഈയിടെയാണ് എനിക്കത് സാധിച്ചു കിട്ടിയത്. എനിക്കൊരു വിദേശത്ത് പോകാനുള്ള ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. അത് മൂന്നാമത്തെ ഇതാണ്. അപ്പം ഞാൻ ഇങ്ങനെ വീട് വയ്ക്കുന്ന കാര്യം വിചാരിച്ചപ്പോഴത്തേക്കും, ഒരു വീട് വയ്ക്കുമ്പോഴത്തേക്കും എന്തെങ്കിലും ആയാലും ഒരു 10-25 ലക്ഷം രൂപയോളം ആവും ഒരു ചെറിയ വീട് വെക്കണം. അപ്പോൾ എൻ്റെ തൊഴിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡ്രൈവറാണ്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നത്. അപ്പം ആ ജോലി ഇത് വെച്ച് എനിക്കൊരു വീട് സ്വന്തമായിട്ട് വയ്ക്കാൻ സാധിക്കില്ലെന്നുള്ളത് എനിക്ക് ഉറപ്പായി. ഇത് കഴിഞ്ഞ് ഞാൻ പലരെയും ചെന്നിങ്ങനെ സമീപിച്ചു. അതായത് ബാങ്കിലേക്ക് ഇങ്ങനെ ചോദിച്ചപ്പോൾ എന്നോട് പലരും ചോദിച്ചു, നിൻ്റെ ഈ വരുമാനം വെച്ച് നിനക്ക് ഈ വീടിൻ്റെ ലോൺ തിരിച്ചടയ്ക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ എൻ്റെ മനസ്സ് തളർന്നു. ഇനി വീട് വയ്ക്കുന്ന പരിപാടിയൊന്നും നടക്കില്ല എന്നൊക്കെയുള്ളൊരിത് തോന്നി. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഒരു ദിവസം, ഞാൻ എല്ലാ ദിവസവും ഞായറാഴ്ച രാവിലത്തെ കുർബാനയ്ക്കാണ് പോകുന്നത്. പക്ഷേ ഒരു ഞായറാഴ്ച ഞാൻ പോയില്ലെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് തലേ ദിവസം ഒരു കല്യാണം ഉള്ളതുകൊണ്ട് ഞങ്ങൾ വൈകിട്ട് താമസിച്ചാണ് വന്നത്. അതുകൊണ്ട് ആദ്യത്തെ കുർബാനയ്ക്ക് പോകാൻ പറ്റിയില്ല. രണ്ടാമത്തെ കുർബാനയ്ക്കാണ് ഞാൻ പോകാമെന്ന് പറഞ്ഞു, വീട്ടിൽ അമ്മയോട് പറഞ്ഞു. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി എൻ്റെ വീട്ടിൽ വന്നിട്ട് അമ്മയോട് പറഞ്ഞ്, ഇന്നപോലെ ചേച്ചി ഇന്നത്തെ കുർബാനയിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു, വീടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു വീട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്ന ഒരു സ്കീം നമ്മുടെ പള്ളിയിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കിടന്നുറങ്ങുമായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ വന്നിട്ട് എന്നെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു, നമുക്കിങ്ങനെ രണ്ടാമത്തെ കുർബാനയ്ക്ക് പോകുമ്പം അച്ഛനെ ഒന്ന് പോയി കാണാം എന്ന് പറഞ്ഞു. ഞാനും അമ്മയും രണ്ടാമത്തെ കുർബാനയ്ക്ക് പോയി. കുർബാനയ്ക്ക് ശേഷം അച്ഛൻ്റെ റൂമിൽ ചെന്നപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, പോലെ വീടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് വീട് വെച്ച് കൊടുക്കുന്നത്. നിനക്ക് ചെറുതാണേലും മോശമായതാണേലും ഒരു വീടുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അച്ഛോ അത് വീട് തീരെ മോശമാണ്, ഏത് മഴക്കാലത്തെ ചോർന്നൊലിക്കുക. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റിയല്ല, ഒരു വീട് പുതിയത് വെക്കാനൊന്നും പറ്റിയല്ലെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അത് എനിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല, അവർ സ്പോൺസർ ചെയ്തിരിക്കുന്ന ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പറയും. അപ്പോഴും എൻ്റെ മനസ്സിന് ഭയങ്കര ഒരു ഇനി ഇത് നടക്കുകയില്ല, നമ്മളെക്കാളും വീടില്ലാത്ത ഒത്തിരി ആൾക്കാരുണ്ടല്ലോ, എന്നാൽ അവർക്ക് കിട്ടട്ടെന്ന് ഞാനും കരുതി ഇങ്ങനെ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാൻ രണ്ടാമത് ഇന്ന് അച്ഛനോട് പിന്നെ ഞാൻ ചെന്ന് പറഞ്ഞു.
അന്നേരം അച്ഛൻ പറഞ്ഞു, നീ ഒരു അപേക്ഷ വെച്ച് നോക്ക്, ഇനി ഞാൻ ഉറപ്പ് പറയുകയില്ലെന്ന് പറയും. അങ്ങനെ ഞാൻ ഒരു അപേക്ഷ എഴുതി വെച്ചു. അപേക്ഷ എഴുതി വെച്ചപ്പോൾ ഞാൻ അപേക്ഷ കൊടുക്കാൻ ചെന്നപ്പോൾ തന്നെ 12 അപേക്ഷ വേറെയുണ്ട്. 12 അപേക്ഷകളും അച്ഛൻ്റെ പക്കലുണ്ട്. അപ്പോൾ അച്ഛൻ്റെ പക്കൽ എനിക്കറിയത്തില്ല, എന്നെക്കാളും താഴ്ന്ന ആൾക്കാരുണ്ടായിരിക്കും. എന്നാലും ഞാൻ വിചാരിച്ചു എന്നെക്കാളും താഴ്ന്ന ആൾക്കാർക്കും വീട് ഒട്ടും ഇല്ലാത്തവർക്കും കിട്ടട്ടെന്ന് ഞാൻ അന്നേരവും മനസ്സുകൊണ്ട് പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കും തോറും ഞാൻ എപ്പോഴും പറഞ്ഞു, എനിക്കൊരു വീട് മതി, എനിക്ക് വേറെ ആഗ്രഹങ്ങളൊന്നുമില്ല. മാതാവിനോട് വന്ന് പറയും, എനിക്ക് ഒരു വീട് മാത്രം മതി, വേറെ ഒന്നും വേണ്ട എന്ന് ഞാൻ പറയും. അത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിച്ചേച്ച് തിരിച്ച് ഇവിടുന്ന് പോകുന്ന വഴിക്ക് ഞാൻ ബൈക്കിൽ പോകുമ്പം എനിക്കൊരു കോള് വന്നു. അത് എൻ്റെ ഇടവപ്പള്ളിയിൽ നിന്നാണ്. ഇടവപ്പള്ളിയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞ്, അജീഷ് മാത്യു ആണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ. അജീഷ് ഒരു വീടിന് വേണ്ടിയിട്ട് അപേക്ഷ വെച്ചിട്ടുണ്ടല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞ്, അത് വീടിൻ്റെ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്, നിൻ്റെ വീട് നോക്കാനായിട്ട് ഇന്ന് കമ്മിറ്റിയിൽ നിന്നും ഒരു 5 പേരടങ്ങുന്ന ഒരു കമ്മിറ്റി വരുമെന്ന് പറഞ്ഞു. അപ്പം തന്നെ എനിക്കൊരു വിശ്വാസം വന്നു. കാരണം ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്, മാതാവേ ആ വീടിൻ്റെ കാര്യത്തിലൊന്നും നടക്കുന്നില്ലല്ലോ, എന്നാ ചെയ്യും. അങ്ങനെ ഇവിടുന്ന് തിരിച്ചു പോയ സമയത്താണ് എനിക്ക് കോള് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവരെന്നോട് പറഞ്ഞു 5 മണിയാകുമ്പം വരും, നീ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കൃപാസനത്തിൽ പോയിട്ട് വരുന്ന വഴിയാണ്. അപ്പോൾ 5 മണിക്ക് നീ വീട്ടിൽ വരികയില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വീട്ടിലുണ്ട്. അവർ വീട്ടിൽ വന്ന് 5 മണിയായപ്പോൾ അവരെല്ലാവരും വന്നു. അവരെല്ലാം വന്നു കഴിഞ്ഞ് എൻ്റെ വീടൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അവരെന്നോട് പറഞ്ഞ് പിന്നീട് വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങ് പോയി. അപ്പം ഞാൻ ചോദിച്ച്, അവിടുത്തെ ആ കമ്മിറ്റിയിൽ അടങ്ങുന്ന ഒരാളോട് ചോദിച്ച്, ഇത് നടക്കുകയില്ലേ എന്ന് ചോദിച്ച്. അന്നേരം പറഞ്ഞില്ലേ വിളിക്കാം എന്ന് പറഞ്ഞു. വിളിച്ചു കഴിഞ്ഞിട്ട് ഒരു 6 മാസത്തോളം എനിക്ക് അതിന് റെസ്പോണ്ടൊന്നും കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ പള്ളിയിൽ ചെല്ലുമ്പോൾ ഇവരുടെ എല്ലാം ചോദിക്കുമ്പം പറയും അത് പള്ളിക്കാരിയല്ലേ, അത് സമയമെടുക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ആ ശ്രമവും പിന്നെ ഉപേക്ഷിച്ചു. പിന്നെ 2025 ഏപ്രിൽ മാസത്തിലാണ് 1-ാം തീയതി അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിനക്ക് ഒരു വീട് വെച്ച് തരാൻ ഞങ്ങളെല്ലാവരും കൂടെ തീരുമാനിച്ചിട്ടെന്ന് പറയും. അപ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷമാണ് എനിക്ക് തോന്നിയത്. കാരണം എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു വീട് വയ്ക്കാൻ സാധിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ഞാൻ അതിന് മാതാവിനോട് ഒരുപാട് നന്ദി പറയുന്നു. കാരണം പിന്നെ അതിന് ശേഷം ഞാൻ എല്ലാ ദിവസവും എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനയില്ലായിരുന്നല്ലോ, അതിനുശേഷം എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കും. ഞാനിപ്പം ഞങ്ങളുടെ അടുത്ത കവലയിലൊക്കെ ആണെന്ന സമയത്താണേലും പ്രാർത്ഥനയുടെ സമയമാകുമ്പോൾ ഞാൻ വീട്ടിലോട്ട് പോകും. എൻ്റെ കൂട്ടുകാരോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒഴിവായി ഞാൻ വീട്ടിൽ പോയി പ്രാർത്ഥിക്കും. ബൈബിൾ ഞാനങ്ങനെ വായിക്കാറില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ എല്ലാ ദിവസവും രാത്രിയാകുമ്പം പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ ബൈബിൾ വായിക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ കുടുംബത്തിൽ തന്നെ ഒരാൾ വിദേശത്ത് പോകാനായിട്ട് ഒരു ഏജൻറ്റ് മുഖേന 5 ലക്ഷം രൂപ കൊടുത്ത് 5 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞപ്പോൾ യൂറോപ്പിന് പോകാനായിട്ടാണ്. 5 ലക്ഷം രൂപ കൊടുത്തിട്ട് ഇൻ്റർവ്യൂ എല്ലാം പാസ്സായതാണ്. ഇൻ്റർവ്യൂ പാസ്സായിട്ടും പുള്ളിക്ക് പോകാൻ സാധിക്കുന്നില്ല. അപ്പം ഏജൻറ്റ് വിളിച്ചിട്ട് പറഞ്ഞു, എന്നെപോലെ പൈസ മുഴുവനും അടച്ചാലേ ഉള്ളൂ നിങ്ങൾക്ക് വിസ തരുള്ളൂ എന്ന് പറയും. അപ്പം അപ്പോഴത്തേക്കും കടം മേടിച്ചാണെങ്കിലും പൈസ മുഴുവൻ 5 ലക്ഷം രൂപയും കൊടുത്ത് 5 ലക്ഷം രൂപ കൊടുത്തിട്ടും പിന്നെയും വിസ റിജക്റ്റായി പോവുക. അപ്പം ഞങ്ങൾ ഇവരെ വിളിച്ച് ചോദിച്ചിട്ട് പറയുന്നുണ്ട്, ഏജൻറ്റിനെ വിളിച്ച് ചോദിക്കുമ്പോൾ വിസ റിജക്റ്റായി പോയി, എന്താ കാരണം അറിയത്തില്ലെന്ന് പറയും. അപ്പം ഞങ്ങൾ പറഞ്ഞു കാശ് മുഴുവൻ തിരിച്ചിങ്ങ് തന്നേക്കാൻ പറയും. കാശ് തിരിച്ചപ്പോൾ അവർ പറഞ്ഞു കാശ് അങ്ങനെയൊന്നും പെട്ടെന്ന് തരാൻ പറ്റില്ല എന്ന് പറയും. അപ്പം നമ്മൾ അവരോട് മോശമായിട്ടോ ഒന്നും പറഞ്ഞില്ല. ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു, മാതാവേ ആ പൈസ സത്യസന്ധമായിട്ടുണ്ടാക്കിയ കാശ്, ആരെയും തട്ടിച്ചോ വെട്ടിച്ചോ ഒന്നും ഉണ്ടാക്കിയ കാശല്ല, ആ കാശ് തിരിച്ച് മാതാവ് ഇടപെട്ട് തിരിച്ച് ഞങ്ങൾക്ക് തരണേന്ന് പറയും. അങ്ങനെ ഇരുന്ന് 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഏജൻറ്റ് ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞ് നിങ്ങളുടെ മുഴുവൻ കാശ് 5 ലക്ഷം രൂപയും തിരിച്ചു തരാമെന്നു. അതിന് മാതാവിനോട് നന്ദി പറയുന്നു. പിന്നെ എനിക്ക് ഞാൻ ആദ്യമായിട്ട് ഒന്ന് ഗൾഫിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ ശമ്പളം തീരെ കുറവായതുകൊണ്ട് ഞാൻ തിരിച്ചിങ്ങ് പോകുന്നത്. ഇപ്പോൾ അവിടുന്ന് ആ കമ്പനിയിൽ നിന്ന് തന്നെ എന്നെ വീണ്ടും വിളിച്ചിരിക്കുവാണ്, ശമ്പളം കൂട്ടി നിനക്ക് ഇവിടെ ജോലി തരാം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ തിരിച്ച് വിളിച്ചിട്ടുണ്ട്. അവരെനിക്ക് വിസ അയച്ചു തന്നു, ടിക്കറ്റ് അയച്ചു തന്നില്ല. ടിക്കറ്റ് ഈ മാസം അവസാനം തിരിച്ചു തരാം അയച്ചു തന്നേക്കാമെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് സാക്ഷ്യം പറഞ്ഞത്. അതിനകത്ത് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. മാതാവിനോട് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഒരിക്കലും ഞാൻ പരിശുദ്ധ കൃപാസനം മാതാവിനെ ഞാൻ മറക്കില്ല.
ഞാൻ പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഞാൻ ഇവിടുന്ന് കൃപാസന മാസിക പത്രം എടുത്ത് ഞാൻ പോകുന്ന വഴിക്ക് ഓരോ വീട് വഴിയൊക്കെ എനിക്ക് അറിയാവുന്നവർക്കും അറിയത്തില്ലാത്തവർക്കും ഒക്കെ ഞാൻ കൊടുക്കും. ചിലർ എന്നോട് വാങ്ങിക്കില്ല. ഇതുകൊണ്ട് എന്ത് പ്രയോജനം? അപ്പം ഞാൻ പറയും, ഒന്ന് വായിച്ച് നോക്ക്, നിങ്ങൾക്ക് വായിച്ച് നോക്കുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും അതെന്താണെന്നുള്ളതൊക്കെ. അങ്ങനെ കൊടുക്കും. പിന്നെ ഞാൻ ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്തവർക്കൊക്കെ ഞാൻ എന്നെക്കൊണ്ടാകാവുന്ന രീതിയിലുള്ള ഭക്ഷണം മേടിച്ച് കൊടുക്കും, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള പണം ഞാൻ കൊടുക്കും, പണമൊക്കെ കൊടുക്കും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. പിന്നെ ഞാൻ എൻ്റെ കാര്യം മാത്രമല്ല വീട്ടിൽ പ്രാർത്ഥിക്കുമ്പം ഞാൻ രോഗികളായി കിടക്കുന്നവർക്ക് വേണ്ടിയൊക്കെ ഞാൻ പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ ഈ വിദേശത്ത് പോകാൻ പഠിച്ചിട്ട് ജോലി കിട്ടാത്ത പിള്ളേർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കിഡ്നി സംബന്ധമായ രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. പിന്നെ എനിക്ക് വീട് കിട്ടിയതുകൊണ്ട് ഇപ്പം വീടില്ലാത്തവരുടെ ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. അവർക്ക് മാതാവ് എവിടുന്നെങ്കിലും ഒരു ദൈവദൂതനെ പോലെ അവർക്കും ഒട്ടും വീടില്ലാത്തവർക്ക് ഒരു വീട് വെച്ച് കൊടുക്കാൻ ഒരു സ്പോൺസർക്ക് സാധിച്ചേക്കണേ എന്ന് ഞാൻ പറയും. അതുമാത്രമല്ല, എനിക്ക് വീട് സ്പോൺസർ ചെയ്ത അവരുടെ കുടുംബത്തെ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഓർക്കും. ആ സ്പോൺസർ എന്നെ വിളിച്ച് ചോദിച്ചു, നിനക്ക് ഇഷ്ടപ്പെട്ടോ, വീട് വെച്ച് തന്നു നിനക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ച്. അതിന് ഞാൻ പറയും, എനിക്കിത് മതി, എനിക്ക് 3 ബെഡ്റൂമുള്ള ഒരു വീടാണ് വെച്ച് തന്നിരിക്കുന്നത്. അപ്പം അതിനും ഞാൻ മാതാവിനോട് നന്ദി പറയുന്നു. 91 സങ്കീർത്തനം 10-11 തിരുവചനങ്ങൾ. നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിൻ്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിൻ്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. അജീഷ് എന്ന ഈ മകൻ അസാധ്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത്. വീട് അദ്ദേഹത്തിനൊരു സ്വപ്നമായിരുന്നു. വിദേശത്ത് പോയി ജോലി ചെയ്യുക എന്നൊരു സ്വപ്നം പോലുമല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു 5 ലക്ഷം രൂപ ഒരു ഏജൻസിക്ക് കൊടുത്തത്, അതും തിരിച്ചു കിട്ടില്ല എന്നൊരു അങ്ങനെ വലിയ വലിയ അസാധ്യമായ കാര്യങ്ങളാണ് അദ്ദേഹത്തിന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അദ്ദേഹത്തിൻ്റെ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ജീവിതഭാരം കുറച്ചുകൊണ്ട് അദ്ദേഹത്തെ വളരെ പെട്ടെന്ന് സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും അദ്ദേഹത്തെ ആനയിച്ചിരിക്കുന്നത്. അദ്ദേഹം വീണ്ടും വീണ്ടും ഏറ്റുപറയുന്നതാണ്, ഇനി ഞാൻ ഒരിക്കലും പരിശുദ്ധ അമ്മയെയും ഈശോയും വിട്ട് ഞാൻ പോവുകയില്ല. കാരണം ദൈവസ്നേഹം എന്താണെന്ന് അദ്ദേഹം ഒരു ചെറിയ അത്ഭുതങ്ങളിലൂടെ അദ്ദേഹം അനുഭവിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ നിയോഗങ്ങളുടെ ദൈർഘ്യം കൂടി. കാരണം എന്നെപ്പോലെ വേദനിക്കുന്ന ഒരുപാട് പേരുണ്ടെന്നും, വീടില്ലാത്തവരും വിഷമിക്കുന്നവരും ജോലിയില്ലാത്തവരും, അങ്ങനെ ഒരുപാട് വേദനകളുടെ ലിസ്റ്റ് അദ്ദേഹത്തിന് മനസ്സിലാക്കി അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാനും പ്രാർത്ഥനാ സമയങ്ങളിലുള്ള മറ്റ് എൻ്റർടൈൻമെൻ്റ് എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഈശോയ്ക്ക് കൊടുക്കാനുള്ളത് കൃത്യമായി പ്രാർത്ഥനാ സമയങ്ങളെല്ലാം അദ്ദേഹം വളരെ കൃത്യമായി നിബന്ധനകൾ പാലിക്കാനൊക്കെ തുടങ്ങി. അതൊരു ജീവിതക്രമമാണ്. ഉടമ്പടി ഒരു ജീവിതക്രമമാണെന്ന് എല്ലാ മക്കളും ഈ സാക്ഷ്യത്തിലേറ്റ് പറയുന്നത് കൊണ്ടാണ് നാം അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിന് ഒരു വലിയ അടുക്കും ചിട്ടയും വരുന്നത് നാം മനസ്സിലാക്കുകയാണ്. അജീഷിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് അതുതന്നെയാണ്. അമ്മയോട് വളരെ പിണക്കത്തോടു കൂടി പറഞ്ഞു, അമ്മയ്ക്ക് ഈ കൃപാസനം പ്രാർത്ഥനയല്ലാതെ മറ്റൊരു തൊഴിലില്ലേ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തുകൂടെ എന്നൊക്കെ അമ്മയോട് സംസാരിക്കുമായിരുന്നെങ്കിലും ഇന്ന് അതെല്ലാം മറ്റുള്ളവരോട് പറയേണ്ട ഒരവസ്ഥാവിശേഷം ഈ മകന് വന്നിരിക്കുകയാണ്. കാരണം ഇന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം കൂടാതെ തങ്ങളുടെ ജീവിതത്തിൽ മറ്റൊന്നും സാധ്യമല്ല എന്ന് അജീഷിന് മനസ്സിലായി കഴിഞ്ഞു. നമ്മുടെ എല്ലാ ജീവിത നിയോഗങ്ങളെയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലേക്ക് നമുക്ക് കൊടുക്കാം. കാരണം അമ്മയ്ക്ക് ജീവിത പ്രശ്നങ്ങളെല്ലാം മനസ്സിലാകും. അമ്മ എല്ലാ ജീവിത പ്രശ്നങ്ങളിലൂടെയും കടന്നു പോയിട്ടുള്ളവരാണ്. എത്ര തന്നെ വീടില്ലാത്ത ഒരവസ്ഥ അമ്മയ്ക്കുണ്ടായതാണ്. അവർക്ക് ഈജിപ്തിലേക്ക് ഓടിപ്പോകേണ്ടി വന്നു. ഈശോയും ഔസേപിതാവുമായി ഒരുപാട് കാലം ഒരു അജ്ഞാതവാസം അവർക്ക് ആവശ്യമായിരുന്നു. അവർക്ക് അവരുടെ ജീവിത ഭാരങ്ങളേറിയതായിരുന്നു. ഔസേപിതാവ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരമ്മയുടെ ഒരു കുടുംബത്തിൻ്റെ എല്ലാ വേദനകളും പരിശുദ്ധ അമ്മയ്ക്ക് അറിയാം. അതുകൊണ്ട് നമ്മുടെ എല്ലാ വേദനകളും പരിശുദ്ധ അമ്മ ഏറ്റെടുക്കുന്നതിൻ്റെ കാരണം അമ്മ അതിലൂടെയെല്ലാം കടന്നു പോയിട്ടുള്ളത് കൊണ്ടാണ്. നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി അജീഷിൻ്റെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.